വേൾഡ് കപ്പ് ടി20 ചാമ്പ്യന്മാരായ ശേഷം കളിക്കാനിറങ്ങിയ സിംബാബ്വെ സീരീസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് നാണം കെട്ട പരാജയം. മുതിർന്ന താരങ്ങൾക്ക് വിശ്രമം നൽകി യുവരക്തങ്ങൾക്ക് അവസരം നൽകിയ സീരീസ് കൂടിയാണിത്. ടി20യിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജഡേജയ്ക്ക് പകരക്കാരെ കണ്ടെത്താൻ പല താരങ്ങൾക്കും ഇന്ന് അവസരം നൽകിയിരുന്നു. ഇന്ന് ടോസ് ലഭിച്ച ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ സിംബാബ്വെ ആദ്യം ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒരു ലോ സ്കോറിംഗ് ആയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺ സ്കോർ ചെയ്തു. സിംബാബ്വെക്കായി മാൻഡഡെ 29ഉം മയേഴ്സ് 23ഉം ബെനറ്റ് 22 റണ്ണും സ്കോർ ചെയ്തു. ബൗളിംഗിൽ ഇന്ത്യയ്ക്കായി രവി ബിഷ്ണോയി 13 റണ്ണ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദർ 11 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും നേടി. പക്ഷേ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് മികച്ച തുടക്കമല്ല ലഭിച്ചത്. തുടക്കക്കാരനായി അവസരം ലഭിച്ച അഭിഷേക് ശർമ്മ 1 റണ്ണ് പോലും നേടാനായില്ല. അതുപോലെ റിയാൻ പരാഗിനും 2 റണ്ണ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 31 റണ്ണും അവസാന ഓവറുകളിൽ വാഷിംഗ്ടൺ സുന്ദറും ആവേശ് ഖാനും പൊരുതി നോക്കിയെങ്കിലും 102 റണ്ണ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. സിംബാബ്വെക്കായി ചദാര 16 റണ്ണ് വിട്ടു നൽകി 3 വിക്കറ്റും ക്യാപ്റ്റൻ സിക്കന്ദർ റാസ 25 റണ്ണ് വിട്ടു നൽകി 3 വിക്കറ്റും നേടി. 5 മത്സരമുള്ള സീരീസിലെ അടുത്ത മത്സരം നാളെയാണ്.